ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയും ദേവും കൂടി ചന്ദ്രയെ കണ്ടതിന് ശേഷം ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം എന്നൊക്കെ പറയുന്ന നേരത്ത് ചന്ദ്ര അതിനൊന്നും തന്നെ ഒരുങ്ങുന്നില്ല. അങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് ലക്ഷ്മിയും ദേവും രേവതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഒന്ന് നിന്നെ ഇത്രയും കാല് പിടിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കാം, പക്ഷേ നിന്റെ മകളെ കെട്ടി എൻ്റെ മകനും ആ വീട് വിട്ടിറങ്ങി പോകണം എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും ദേവുവിനൊക്കെ അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി പറയുന്നത്, ഒരിക്കലുമില്ല ചന്ദ്രവതി, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിയും പറയാണ്ട് ഒരിക്കലും അമ്മയുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്നെ സച്ചേട്ടനെ അകഴ്ത്തിയിട്ട് എന്നെ പുറത്തിറക്കാനായിട്ട് അമ്മ കൂട്ടി നിൽക്കേണ്ടില്ല, അതിനുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ദേവു ആണെങ്കിലും നിങ്ങൾ ചെയ്തതിനെല്ലാം തന്നെ അനുഭവിക്കും, നിങ്ങളെ ഒരു നാൾ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ തന്നെ ചന്ദ്ര ബാമയും കൂട്ടിക്കൊണ്ട് അകത്ത് കയറിയതിന് ശേഷം വാതിൽ കൊട്ടിയടിക്കാൻ കേട്ടോ. അങ്ങനെ സങ്കടത്തോടുകൂടി തന്നെ രേവതിയും ദേവും ലക്ഷ്മിയും കൂടി പോവുകയാണ്. ഇതേ സമയം തന്നെ സച്ചയാകട്ടെ തൻ്റെ വണ്ടി പണയം വെച്ചതിന് ശേഷം ഒരു പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ തന്നെ മാക്സിമം 5 ലക്ഷം രൂപ കിട്ടും, നിനക്കെന്നാൽ വെറ്റുകൂടെ സച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെ വിൽക്കാൻ സാധിക്കും സാർ, എൻ്റെ ഒരു അന്നം തന്നെയല്ലേ ഇതെങ്ങനെ ഞാൻ വിറ്റ് ഇതെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു 5 ലക്ഷം രൂപ എനിക്ക് പലിശ തന്നാൽ മതി, ഞാൻ എന്തായാലും കൃത്യമായി തന്നെ വീട്ടിക്കോളാം എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം പറയുന്നത് 5 ലക്ഷം രൂപയ്ക്കൊന്നും ഇല്ല സച്ചി, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ എനിക്ക് തരാൻ പറ്റുകയുള്ളൂ, ഇത് നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് കരുതിക്കൊണ്ട് നിന്റെ ആവശ്യം നിറവേറ്റാനായിട്ട് എനിക്ക് ഇത്ര അധികം എമൗണ്ട് തരാനൊന്നും സാധിക്കുകയില്ല, 1.5 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലോടുകൂടി തന്നെ സച്ചിയെ സമ്മതിക്കുക കേട്ടോ. ഇതേ സമയം തന്നെ രേവതി ലക്ഷ്മിയും ദേവും നേരെ ചെല്ലുന്നത് ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ പണത്തിന് വേണ്ടി ഓടി നടക്കല്ല, എന്തായാലും ശരത്തിനെ എനിക്ക് രക്ഷിച്ചേ മതിയാവും, മോളിത് കൈ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപ രേവതിയുടെ കൈകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേ രേവതി ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, കാര്യം പറഞ്ഞ അമ്മ സച്ചേൻ്റെ ഓട്ടം കാണുന്ന സമയത്ത് ഇതെനിക്ക് മേടിച്ചാലോ എന്നുണ്ടാവും, നമ്മുടെ ഭാഗത്തുനിന്ന് സഹായം സച്ചേന് ചെയ്യാനാണ്, പക്ഷേ ഈ ഒരു പൈസ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ സച്ചേൻ തീർച്ചയായിട്ടും എന്നെ വഴക്ക് പറയുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യും, മോള് സച്ചിയെ വിളിച്ച് ഞാൻ അവനുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിക്കാണ്ട്. സച്ചിനെ വിളിച്ചതിന് ശേഷം ലക്ഷ്മിയെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ എന്നാണ് സച്ചി ആദ്യം ചോദിക്കുന്നത്. ഒരു പ്രശ്നമില്ല മോനൊന്ന് വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കോള് കട്ട് ചെയ്യുന്നുണ്ട്. സച്ചി വേഗം തന്നെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം കാര്യം തിരക്കുന്ന സമയത്താണ് ലക്ഷ്മി ഒരു തുക സച്ചിയുടെ കൈകളിലേക്കായിട്ട് കൊടുക്കാൻ വരുന്നത്. സച്ചി പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടാമേ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ശരത്തിനും ജാമ്യത്തിന് ഇറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിക്കും ദേവുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറയാതെ എനിക്കറിയാൻ മോനെ, പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തില്ല എന്നാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല, കൃഷ്ണേട്ടൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി സച്ചിയുടെ മനസ്സ് മാറ്റുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുകയാണ്, എന്നാൽ രേവതി നീ ഒരു തുക മേടിച്ച, പക്ഷേ അമ്മ ഈ ഒരു തുക ഞാൻ 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ അമ്മയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ച് തരുന്നതായിരിക്കും, എത്രയും വേഗം തന്നെ ശരത്തിന് ജാമ്യത്തിൽ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അവിടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം തൻ്റെ കുടുക്കയൊക്കെ പൊട്ടിച്ച് കുടുക്കയിൽ ആകെയുള്ളത് 60,000 രൂപയാണ്. ആ ഒരു എമൗണ്ടും ലക്ഷ്മി തന്ന എമൗണ്ടും അതുപോലെ തന്നെ സച്ചി പലിശയ്ക്ക് മേടിച്ച എമൗണ്ട് എല്ലാവരും കൂട്ടിയിട്ടും ഒരു 25,000 രൂപയുടെ 5 ലക്ഷത്തിന് 25,000 രൂപയുടെ കുറവുണ്ട്. അവരത് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് രേവതി ആകെ സങ്കടപ്പെടുകട്ടെ, എങ്ങനെയെങ്കിലും ശരത്തിനെ ഇറക്കിയേ മതിയാവും, ഇങ്ങനെ എനിക്ക് ആകെ പേടിയാവും സച്ചേട്ടൻ പറയുമ്പോൾ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചി. ആ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നതിന് ശേഷം രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. സച്ചി, പണ്ട് നിങ്ങൾ നന്നായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനോ കൊച്ചലയിലെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ മകൻ വലുതായപ്പോൾ അച്ഛനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് അറിയാം, എന്നിരുന്നാലും ഈ ഒരു തുക നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് രവിക്ക് പെൻഷൻ കിട്ടിയ തുക 25,000 രൂപ അത് സച്ചിയുടെ കൈകളിലേക്ക് തേപ്പിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും സച്ചി രേവതി ആദ്യമൊക്കെ വേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് രേവതിയുടെ വീട്ടുകാരെ എൻ്റെ വീട്ടുകാരെ പോലെ തന്നെയാണ് രേവതിയും ശരത്തും എല്ലാം തന്നെ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഭയങ്കര സെൻറ്റി ആവുന്നുണ്ട്. ശേഷം രവിയുടെ അതിനുശേഷം ഈ ഒരു തുക സച്ചിയുടെ കയ്യിലേക്ക് നിർബന്ധിച്ച് തന്നെ വെച്ച് കൊടുക്കാൻ കേട്ടോ. പോകാനൊരുങ്ങുന്ന സമയത്ത് രവി ഒന്നുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും അച്ഛനോട് സത്യങ്ങൾ മറച്ചു വെക്കരുത്, പിന്നെ അച്ഛന് പ്രായമായി എന്നുള്ള കാര്യം ശരിയാണ്, അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും അച്ഛന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രവി സങ്കടപ്പെടുമ്പോഴത്തേ വേഗം തന്നെ സച്ചിയും രേവതിയും സ്നേഹത്തോടു കൂടി തന്നെ രവിയെ കെട്ടിപ്പിടിക്കാണ്ട്. രവിയാണെങ്കിൽ 2 മക്കളെയും തൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയും സച്ചിയും കൂടി ഒരു പണവുമായിട്ട് വക്കീലിനെ പോയി കണ്ടതിന് ശേഷം എത്രയും തന്നെ ശരത്തിന് പേരുള്ള കേസ് പിൻവലിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് കേസ്, ഇതേ കേസിൻ്റെ കാര്യം ഇതോടുകൂടി തീർന്നു, നിങ്ങളിനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് വക്കീൽ പറഞ്ഞ നേരത്തെ അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല സാർ, അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം, നിങ്ങളിപ്പോൾ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നു, നിങ്ങളിനി ആ ഒരു കേസിനെ പറ്റി മറന്നു കളഞ്ഞേക്ക്, ശരത്തിൻ്റെ പേരിൽ ഒരു കേസും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്.
അതിനുശേഷം വക്കീൽ തൻ്റെ ഗുമസ്തനോടായിട്ട് ഈ ചന്ദ്രമതി എന്ന് പറയുന്ന ആളെങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ച് പണത്തിനോട് ആക്രാന്തമുള്ള കൂട്ടത്തിലാണെന്ന് ഇദ്ദേഹം മറുപടി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയെ കാണാനായിട്ട് വക്കീൽ ചെല്ലുന്നതാണ്. ഈ ഒരു സമയത്ത് ബാമയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ആരാണെന്ന് അറിയാത്തതുകൊണ്ട് കാര്യം തിരക്കുന്ന സമയത്ത് രേവതിയുടെ വക്കീലാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. എന്നാൽ വക്കീൽ പറയുന്നുണ്ട്, ആ ഒരു ചെറുക്കൻ്റെ ഭാവി നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ, ആ ശരത്തിനെ ജയിലിലേക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ലാഭമുള്ളത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും 2 മാസമെങ്കിൽ 2 മാസം ആ ഒരു ലാഭം മതി, എനിക്ക് അവൻ ജയിലിൽ കടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴത്തേക്കും വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശരത്തിനെ ജയിലിലേക്ക് വിട്ടതുകൊണ്ട് എന്താ ലാഭമുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അവൻ ജയിലിൽ പോകാതിരുന്ന എനിക്ക് എന്താ ലാഭമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന തുക ഞാൻ തന്നേക്കാം എന്ന് വക്കീൽ പറയുന്ന സമയത്ത് ചന്ദ്ര പണത്തിനോട് ആർത്തിയുള്ള ആളെ ചന്ദ്ര ഭയങ്കര ആകാംക്ഷയോട് കൂടി തന്നെ ഇരിക്കുകയാണ്. ചന്ദ്ര ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.